ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നിർണായക ഉത്തരവുമായി ഹൈക്കോടതി. റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു. പ്രത്യേക അന്വേഷണ സംഘം നടപടിയെടുക്കണമെന്നും പ്രത്യേക ബെഞ്ച് നിർദ്ദേശിച്ചു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ സർക്കാരിനെ കോടതി രൂക്ഷമായി വിമർശിച്ചു. 4.5 വർഷം എന്ത് ചെയ്തെന്നും എന്തുകൊണ്ട് അടിയന്തര നടപടി എടുത്തില്ലെന്നും കോടതി ചോദിച്ചു. എസ് ശ്രീകാന്ത് വിശദാംശങ്ങളുമായി. ശ്രീകാന്ത്, അസാധാരണമായ ഒരു കോടതി ഇടപെടൽ ഇക്കാര്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. പ്രതീക്ഷിച്ചത് തന്നെയാണ്. ഇന്നെന്താണ് കോടതിയിൽ സംഭവിച്ചത്? ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് അനുജ ഇന്നിപ്പോൾ ജസ്റ്റിസ് എ കെ ജയശങ്കരൻ നമ്പ്യാരുടെയും ജസ്റ്റിസ് CS സുധയുടെയും അധ്യക്ഷതയിലുള്ള ബെഞ്ചാണ് വാദം കേട്ടത്. ഇന്ന് ആ ബെഞ്ച് കേസ് പരിഗണിക്കുമ്പോൾ തന്നെ നമുക്കറിയാമായിരുന്നു വളരെ ഗൗരവത്തോടു കൂടി ഈ വിഷയം അവർ പരിഗണിക്കാൻ പോകുന്നു എന്നുള്ളത്. കാരണം ഏറ്റവും സീനിയർ മോസ്റ്റ് ജഡ്ജാണ് ജസ്റ്റിസ് എ കെ ജയശങ്കരൻ നമ്പ്യാർ. ജസ്റ്റിസ് CS സുധ വനിതാ ജഡ്ജിമാരിലെ സീനിയറാണ്. രണ്ടുപേരും ഈ കേസിനെ സമീപിക്കുക ഏത് രീതിയിലുള്ളതായിരിക്കും എന്നുള്ളത് നേരത്തെ വ്യക്തമായതാണ്. അത് അതേപോലെ പാലിച്ചിരിക്കുന്നു എന്നുള്ളത് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. AG രാവിലെ എത്തി ഈ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചു. പിന്നാലെ തുടങ്ങി കോടതിയുടെ ചോദ്യങ്ങളോട് ചോദ്യങ്ങൾ. ആദ്യത്തെ കാര്യം വന്നത് ഇപ്രകാരമാണ്: നിലവിൽ ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട സർക്കാർ എന്ത് ചെയ്തു? ഇതായിരുന്നു കോടതിയുടെ ചോദ്യം. ഞങ്ങൾ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു എന്ന AG മറുപടി നൽകി. 23 കേസുകൾ രജിസ്റ്റർ ചെയ്തു എന്നും AG പറയുകയുണ്ടായി. അത് വിവിധ സ്റ്റേഷനുകളിലായാണ് ഇത് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്നും AG വ്യക്തമാക്കി. പക്ഷേ കോടതി തൃപ്തരായിരുന്നില്ല. കോടതിയുടെ അടുത്ത കൃത്യമായ ചോദ്യം വന്നു: 2021 ഹേമ കമ്മിറ്റി റിപ്പോർട്ട് DGPക്ക് കിട്ടിയതല്ലേ? എന്നിട്ടും നിങ്ങൾ അതിൽ നടപടിയെടുക്കാതെ വച്ചുകൊണ്ടിരുന്നത് നീതീകരിക്കാനാകുമോ എന്ന ചോദ്യം ജസ്റ്റിസ് എ കെ ജയശങ്കരൻ നമ്പ്യാരിൽ നിന്നും എത്തി. മറുപടി ഉണ്ടായില്ല AGക്ക് ഇക്കാര്യത്തിൽ കൃത്യമായി നൽകാൻ. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നതിനെതിരെ നിർമ്മാതാവ് സജിമോൻ പാറയിൽ നൽകിയ അപ്പീൽ നിലനിൽക്കില്ല ഈ ഘട്ടത്തിൽ എന്ന് സർക്കാർ വാദിച്ചു നോക്കി. പക്ഷേ കോടതി അതിന് നൽകിയത് നിയമപരമായ മറുപടിയാണ്. അതിന് കോടതി പറഞ്ഞത് ഇങ്ങനെയാണ്: അദ്ദേഹം ഉന്നയിച്ച നിയമവശങ്ങൾ അത് നിലനിൽക്കുന്നതല്ലേ എന്നൊരു ചോദ്യം കോടതിയുടെ ഭാഗത്തു നിന്നും വന്നു. AGക്ക് മറുപടി ഉണ്ടായില്ല. ഒപ്പം മറ്റു ചില കാര്യങ്ങളിലേക്ക് കൂടി സർക്കാർ കടന്നു. സിനിമാ മേഖലയിലെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയുള്ള കമ്മിറ്റി മാത്രമായിരുന്നു അത് എന്ന് സർക്കാർ ഒരു നിലപാടെടുത്ത് നോക്കി. പക്ഷേ കോടതി അതിന് വഴങ്ങിയില്ല. ഏറ്റവും സുപ്രധാനമായ നിർദ്ദേശം എത്തി. ഈ റിപ്പോർട്ട് അത് പൂർണ്ണമായ റിപ്പോർട്ട്, രേഖകൾ, തെളിവുകൾ, മൊഴികൾ, പെൻഡ്രൈവുകൾ, എല്ലാ കാര്യങ്ങളും ചേർത്തുള്ള പൂർണ്ണമായ റിപ്പോർട്ട് പൂങ്കുഴലിയുടെ നേതൃത്വത്തിലുള്ള ഈ അന്വേഷണ സംഘത്തിന് കൈമാറാൻ ജസ്റ്റിസ് എ കെ ജയശങ്കരൻ നമ്പ്യാരുടെയും ജസ്റ്റിസ് CS സുധയുടെയും ബെഞ്ച് നിർദ്ദേശം നൽകി. അനുജ, അതിൽ നിന്നും ഒരേ ഒരു കാര്യം മാത്രമേ മനസ്സിലാക്കേണ്ടതുള്ളൂ: ജുഡീഷ്യൽ ഇന്റർവെൻഷൻ ഈ കേസിൽ ഉണ്ടായിരിക്കുന്നു. കോടതി മേൽനോട്ടത്തിൽ നടപടികൾ ഉണ്ടാകാൻ പോകുന്നു എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. പോലീസിന് ഇതിൽ സ്വമേധയാ കേസെടുക്കാനുള്ള എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്ന് പലവട്ടം കോടതി ചോദിച്ചിരുന്നു. അപ്പോഴെല്ലാം ഒഴിഞ്ഞു മാറുന്ന അഴകുഴമ്പൻ നിലപാടാണ് AG സ്വീകരിച്ചത്. അത് കോടതിക്ക് ബോധ്യപ്പെട്ടു എന്ന് മനസ്സിലാക്കണം. അതിനാലാകണം ഈ റിപ്പോർട്ട് പോലീസിന് കൊടുത്തത്. സ്വമേധയാ കേസെടുക്കേണ്ട എന്തെങ്കിലും പഴുതുണ്ടെങ്കിൽ, കോഗ്നിസബിൾ ഒഫൻസ് ഉണ്ടെങ്കിൽ, ഇനി അന്വേഷണ സംഘം അത് കണ്ടെത്തി അത് ലിസ്റ്റ് ഔട്ട് ചെയ്യേണ്ടി വരും. പിന്നീട് ഇതിൽ അന്വേഷണം നടത്തണോ, കേസെടുക്കണോ തുടങ്ങിയ കാര്യങ്ങളിൽ ഒരുപക്ഷെ കോടതിയിൽ നിന്നും നിർദ്ദേശം വരികയും ചെയ്യും എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ റിപ്പോർട്ടിന്റെ രഹസ്യാത്മകത കാത്തു സൂക്ഷിക്കണം എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് കോടതി. 2 ആഴ്ചക്കുള്ളിൽ റിപ്പോർട്ട് അന്വേഷണ സംഘത്തിന് കൈമാറാൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഈ അന്വേഷണ സംഘത്തിന് റിപ്പോർട്ട് കൈമാറിയതിന് ശേഷമേ AG കോടതിയിൽ നൽകിയ മുദ്രവെച്ച കവർ, അത് ഈ റിപ്പോർട്ട് അടങ്ങിയ മുദ്രവെച്ച കവർ തങ്ങൾ പൊട്ടിക്കൂ എന്നുകൂടി കോടതി പറയുന്നുണ്ട്. അതിൽ നിന്നും ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്: സർക്കാർ സിനിമാ മേഖലയിലെ പ്രതിസന്ധി പഠിക്കാൻ വേണ്ടി നിയോഗിച്ച കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞ് കൈ കഴുകിയാലും കോടതി ഇതിനെ കാണുന്നത് സമൂലമായ പരിഷ്കരണത്തിനുള്ള, സിനിമാ മേഖലയിലെ മാത്രമല്ല ഒരുപക്ഷെ വിവിധ മേഖലകളിലെ സ്ത്രീകൾ തൊഴിലിടങ്ങളിൽ നേരിടുന്ന പ്രശ്നങ്ങൾ അത് പരിഹരിക്കുന്നതിന് വേണ്ടി സമൂലമായ മാറ്റം കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള റിപ്പോർട്ടായി കോടതി ഇതിനെ കാണുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ശ്രീകാന്ത്, ഇതിലിപ്പോൾ സർക്കാരിന്റെ പ്രധാനപ്പെട്ട വാദം ഈ മൊഴി നൽകിയവരുടെ
സ്വകാര്യത എന്നുള്ളതാണ്. അവർ പരാതിയുമായി വന്നാൽ ഞങ്ങൾ അതിൽ നടപടിയിലേക്ക് കടക്കും, അതല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ കഴിയില്ല എന്നൊരു വാദം. അത് റിപ്പോർട്ട് പുറത്തുവിടരുത് എന്നുള്ളത് ഹേമ കമ്മിറ്റിയുടെ തന്നെ ആവശ്യമായിരുന്നു എന്നതടക്കം തുടക്കത്തിൽ പ്രതിരോധമുയർത്തിയിരുന്ന സർക്കാർ ആ വാദം ഇപ്പോൾ കോടതിയിൽ ഉന്നയിച്ചില്ലേ? അതിൽ കോടതിയുടെ മറുപടി എന്താണ്? രാജ്യത്തെ നിയമം അനുസരിക്കണം സർക്കാർ എന്ന് പറയുമ്പോൾ ഈ റിപ്പോർട്ടിലുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അതിൽ ക്രിമിനൽ നടപടിയിലേക്ക് പോകേണ്ടതാണെങ്കിൽ അത് ചെയ്യേണ്ടത് തന്നെയായിരുന്നു എന്നതിന് കൂടിയല്ലേ രൂക്ഷ വിമർശനം? അനുജ, അതിനൊരു വിമർശനമായി കാണണ്ട. അതൊരു കോടതിയുടെ ഒരു നീതിപീഠത്തിന്റെ ഒരു തെറ്റ് തിരുത്തൽ നിർദ്ദേശം എന്ന രീതിയിൽ കണ്ടാലും മതി. ഇനിയിപ്പോൾ കോടതിയും സർക്കാരും തമ്മിൽ ഒരു ഏറ്റുമുട്ടൽ എന്നൊരു പ്രതീതിയൊന്നും ഈ വിഷയത്തിൽ ഒരു പക്ഷേ ഉയർത്തേണ്ടതില്ല എന്നാണ് തോന്നുന്നത്. കാരണം സർക്കാർ ഈ ഘട്ടത്തിൽ സഹകരിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ കോടതിക്കും ഈ വിഷയത്തിൽ സജീവമായി എന്തെങ്കിലും ചെയ്യാൻ സാധിക്കൂ. അതിനാൽ ഒരു തെറ്റ് തിരുത്തൽ നിർദ്ദേശം നൽകി എന്ന് കണ്ടാൽ മതി. അങ്ങനെയാണെങ്കിൽ പോലും അനുജ, ഇതിൽ സർക്കാരിന് നേരത്തെ തന്നെ ചെയ്യാമായിരുന്നു. ഈ വിഷയത്തിൽ ക്രിമിനൽ ആക്ട് ഉണ്ടായിട്ടുണ്ട് എന്ന് ഇതേ അഡ്വക്കേറ്റ് ജനറൽ തന്നെ നേരത്തെ സമ്മതിച്ചതാണ് കോടതിയിൽ. ചില ക്രിമിനൽ നടപടികൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്, അത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ 2021 തന്നെ നിങ്ങൾക്ക് ഈ റിപ്പോർട്ട് കിട്ടിയിട്ടും നിങ്ങൾ മിണ്ടാതിരുന്നത് നീതീകരിക്കാനാകുമോ എന്ന് കോടതിയെ കൊണ്ട് ചോദിപ്പിക്കേണ്ടിയിരുന്നില്ല സർക്കാരിന്. പക്ഷേ സർക്കാരിന്റെ അനങ്ങാപ്പാറ നയം അത് കോടതിയെ കൊണ്ട് തന്നെ ചോദിപ്പിച്ചു എന്ന് വേണം മനസ്സിലാക്കേണ്ടത്. ഇപ്പോഴെങ്കിലും അതിലൊരു തിരുത്തൽ ഉണ്ടാകാൻ പോകുന്നു എന്ന് കരുതിയാൽ മതി. അതിൽ ഇരു വിഭാഗവും ഒരു ഏറ്റുമുട്ടലിലേക്ക് പോകുന്നതായി നമ്മൾ വ്യാഖ്യാനിക്കേണ്ടതില്ല. കാരണം ഇന്ന് ആദ്യത്തെ ദിവസമാണ്. ഏറ്റുമുട്ടലൊക്കെ കാണാൻ കിടക്കുന്നതേ ഉള്ളൂ എന്നാണ് ഇപ്പോഴത്തെ ഈ പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജുഡീഷ്യൽ ഇന്റർവെൻഷൻ ഇതുപോലെ ഒരു വിഷയത്തിൽ വരുമ്പോൾ എന്തായാലും സർക്കാരും ഈ കേസുമായി ഇനി ബന്ധപ്പെടാൻ പോകുന്ന ആളുകൾ, സിനിമാ മേഖലയിലെ ആളുകൾ, അനുജ, ഇനി ഒരുപക്ഷെ ഈ സിനിമാ മേഖലയ്ക്കപ്പുറം മറ്റേതെങ്കിലും മേഖലയിലേക്ക് കൂടി കോടതി കടക്കുമോ? ഈ സ്ത്രീകളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട, തൊഴിലുമായി ബന്ധപ്പെട്ടൊക്കെ കടക്കുമോ എന്ന് പോലും അറിയില്ല. കാരണം ഇതൊരു പ്രത്യേക ബെഞ്ചാണ്. അത് ഈ ഹർജി പരിഗണിക്കുന്നതിന് വേണ്ടി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തതാണെങ്കിൽ പോലും അതിനപ്പുറത്തേക്ക് കടന്നും അവർക്ക് പരിഗണനാ വിഷയങ്ങൾ നിശ്ചയിക്കാവുന്നതാണ്. അത് അവരുടെ പരമാധികാരമാണ്. അതിലേക്കൊക്കെ കോടതി പോവുകയാണെങ്കിൽ ഇത് വളരെ രസകരമായ രീതിയിലേക്കായിരിക്കും ഈ വാദങ്ങൾ പോകുന്നത്. സർക്കാർ വളരെ പ്രതിരോധത്തിലാകും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ഇതിൽ വരാൻ പോകുന്ന കക്ഷികളൊക്കെ തന്നെ കനത്ത പ്രതിരോധത്തിലേക്ക് പോകും എന്നുള്ള കാര്യത്തിലും സംശയം വേണ്ട. 4.5 വർഷം സർക്കാർ ചവിട്ടിപ്പൂഴ്ത്തി വെച്ചതുപോലെ ഈ റിപ്പോർട്ട് ഇനി എന്തായാലും പൂഴ്ത്തിവെക്കാൻ സാധിക്കില്ല. കോടതിയുടെ മുൻപിലേക്ക് എത്തിയിട്ടുണ്ട്, മുദ്രവെച്ച കവറിൽ എത്തിയിട്ടുണ്ട്. രഹസ്യാത്മകത സൂക്ഷിച്ചത് അന്വേഷണ സംഘത്തിന് കൈമാറാൻ കോടതി കൂടി പറഞ്ഞിട്ടുണ്ട്. അതായത് ഇനി അതിൽ നടപടി ഉണ്ടാകും എന്ന് തന്നെ കരുതാം. അതിലിപ്പോൾ അന്വേഷണ സംഘത്തിനും കോടതിയുടെ ഭാഗത്ത് നിർദ്ദേശങ്ങളുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശ്രീകാന്ത്, ഇതിൽ ഈ രഹസ്യാത്മകത എന്നുള്ളത് വളരെ പ്രധാനമാണ് എന്നത് കോടതി ഊന്നി പറയുന്നുണ്ട്. അത് സൂക്ഷിക്കണം, ഒപ്പം മാധ്യമങ്ങളോട് സംസാരിക്കരുത് എന്നതടക്കം അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കോടതി നൽകുന്ന നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? നിലവിൽ മീഡിയ ട്രയൽ പാടില്ല എന്നൊരു നിർദ്ദേശം കോടതി ഈ വിഷയത്തിൽ വെച്ചിട്ടുണ്ട്. മാധ്യമങ്ങൾ ഈ കേസിൽ അവരുടേതായ മര്യാദ പാലിക്കണം എന്നുകൂടി ഒരു നിർദ്ദേശം കോടതി നൽകുന്നു. അതായത് കോടതിക്ക് ഇക്കാര്യത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഇല്ല, ഏതെങ്കിലും തരത്തിലുള്ള പബ്ലിസിറ്റി സ്റ്റണ്ട് കോടതി ഇതിൽ ഉദ്ദേശിക്കുന്നില്ല. നേരെ മറിച്ച് കോടതി കൃത്യമായ കാര്യങ്ങൾ, കൃത്യമായ ഇടപെടൽ ഈ വിഷയത്തിൽ നടത്താൻ ഉദ്ദേശിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ ഒരു കാര്യം, മൊഴി നൽകിയവർക്ക് പരാതിയില്ല എങ്കിൽ അന്വേഷണം അവസാനിപ്പിക്കാമല്ലോ എന്നുകൂടി കോടതി പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് അനുജ, അക്കാര്യത്തിൽ വ്യക്തത വരികയാണ്. ഈ മൊഴി നൽകിയ ആളുകളിൽ നിന്നെല്ലാം ഈ അന്വേഷണ സംഘം കൃത്യമായ രീതിയിൽ, കൃത്യമായ തോതിൽ ഈ അന്വേഷണ സംഘം വിവരശേഖരണം നടത്തണം എന്ന് തന്നെയാണ് കോടതി പറഞ്ഞു വെക്കുന്നത്. അതിൽ കോടതി ചൂണ്ടിക്കാണിക്കുന്ന ഇക്കാര്യത്തിൽ നിന്ന് നമുക്കത് വ്യക്തമാകും. മൊഴി നൽകിയ ആളുകൾക്ക് പരാതിയില്ലെങ്കിൽ അന്വേഷണം അവസാനിപ്പിക്കാമല്ലോ എന്ന് കോടതി പറയുന്നു. അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, ഈ മൊഴി നൽകിയ, തെളിവുകൾ നൽകിയ ആളുകളിൽ നിന്നെല്ലാം വിവരശേഖരണം നടത്തണം എന്ന് അന്വേഷണ സംഘത്തോട് കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ്. അവർക്ക് പരാതിയില്ലെങ്കിൽ ആ അന്വേഷണം അവസാനിപ്പിക്കാമല്ലോ എന്നും കോടതി പറയുന്നുണ്ട്. മാധ്യമങ്ങൾക്കും ഇക്കാര്യത്തിൽ കോടതി ഒരു നിയന്ത്രണം എന്ന രീതിയിൽ പറയുന്നു. അതിങ്ങനെയാണ്, മാധ്യമങ്ങൾ മീഡിയ ട്രയൽ ഇക്കാര്യത്തിൽ പാടില്ല, മാധ്യമങ്ങൾ ഈ കേസിൽ കൃത്യമായ മര്യാദ പാലിക്കണം എന്നുകൂടി പറഞ്ഞു വെക്കുന്നുണ്ട് കോടതി. അതായത്
കോടതി സതുദ്ദേശത്തോടുകൂടി ഈ വിഷയത്തിൽ ഇടപെടാൻ പോകുന്നു. ജുഡീഷ്യൽ ഇന്റർവെൻഷൻ തന്നെ അക്കാര്യത്തിൽ ഇനി ഒരു സംശയവും വേണ്ട. ഇതിൽ എന്തൊക്കെ നടപടികൾ ഇതിനോടകം ഈ റിപ്പോർട്ടിന്മേൽ സ്വീകരിച്ചു എന്ന് കോടതി ചോദിക്കുമ്പോൾ അതിന് സർക്കാരിന്റെ മറുപടി എന്തായിരുന്നു? കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, കണക്കുകൾ പറയുന്നു, ICCയുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്തു എന്ന് പറയുന്നു. ആ തരത്തിലേക്ക് വിശദമായൊരു മറുപടി എന്താണ് സർക്കാർ നൽകിയത് ശ്രീകാന്ത്? അനുജ, നിലവിൽ കുറെ കൂടി അപ്ഡേഷൻസ് വരുന്നു, അതുകൂടി പറഞ്ഞു പോകാം. അന്വേഷണ ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളെ കാണരുത് എന്ന് ഇപ്പോൾ കൃത്യമായ നിർദ്ദേശം കോടതി അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൂടി നൽകിയിരിക്കുന്നു. അതായത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്ന പൂങ്കുഴലി അടങ്ങുന്ന അന്വേഷണ സംഘം മാധ്യമങ്ങളെ കാണരുത് എന്ന നിർദ്ദേശം കോടതിയാണ് നൽകുന്നത്. അനുജ, തീർച്ചയായും തീർത്തും രഹസ്യാത്മകമായി ഇരകളുടെ അവകാശം സംരക്ഷിച്ചുകൊണ്ട് അവരുടെ സ്വകാര്യത മാനിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉണ്ടാകാൻ പോകുന്നു. ആ അന്വേഷണത്തിന് കോടതി ഉത്തരവിട്ട് കഴിഞ്ഞു എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത്. അന്വേഷണ ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളെ കാണരുത് എന്നുകൂടി പറയുന്നതിൽ നിന്നും അതാണ് മനസ്സിലാക്കേണ്ടത്. പൂർണ്ണമായും ഇരകളുടെ സ്വകാര്യത മാനിച്ചുകൊണ്ട് അവരെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ കോടതി നിർദ്ദേശം നൽകുന്നു. ഏറ്റവും പുതിയ പ്രധാനപ്പെട്ട വാർത്ത, ഈ മൊഴികൾ മുഴുവൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വന്ന മുഴുവൻ മൊഴികളും പരിശോധിക്കാൻ ഇപ്പോൾ അന്വേഷണ സംഘത്തിന് കോടതി നിർദ്ദേശം നൽകി എന്നുള്ളതാണ്. അനുജ, അതാണ് ഇപ്പോൾ നേരത്തെ ഞാൻ ചോദിച്ചത്. ശ്രീകാന്ത്, ഇതിൽ എന്താണ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് എന്ത് നടപടി സ്വീകരിച്ചു? ഈ റിപ്പോർട്ട് ഈ സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി പഠിച്ചുണ്ടാക്കിയത് എന്നതായിരുന്നല്ലോ സർക്കാരിന്റെ വാദം. അപ്പോൾ അതിന്മേൽ എന്ത് ചെയ്തു എന്ന ചോദ്യത്തിന് സർക്കാർ നൽകിയ മറുപടി എന്താണ്? അനുജ, സർക്കാരിന് നൽകാനുണ്ടായിരുന്ന മറുപടി ഇപ്രകാരമാണ്. ഒന്ന്, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത് ഈ സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു കമ്മിറ്റിയാണ്. ആ കമ്മിറ്റിയുടെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ നിരവധി പരാതികൾ, നിരവധി വെളിപ്പെടുത്തലുകൾ വന്നു. ഈ പരാതികളിലും ഈ വെളിപ്പെടുത്തലുകളിലും തങ്ങൾ കേസെടുത്തിട്ടുണ്ട്. വിവിധ സ്റ്റേഷനുകളിലായി 23 കേസുകൾ രജിസ്റ്റർ ചെയ്തു എന്ന് സംസ്ഥാന സർക്കാർ, പോലീസ് ഇപ്പോൾ കോടതിയെ അറിയിച്ചു. 2 വനിതാ കമ്മീഷൻ ഇതിൽ കക്ഷിയാണ്. അക്കാര്യം കൂടി ഓർക്കണം. അവർ പറഞ്ഞത് ഈ ഇന്റേണൽ കംപ്ലൈന്റ്സ് കമ്മിറ്റി ഇല്ലാത്ത സിനിമാ സെറ്റുകൾക്കെതിരെ തങ്ങൾ കർശന നടപടി എടുത്തിട്ടുണ്ട് എന്ന് അവരും കോടതിയിൽ വ്യക്തമാക്കുകയും ചെയ്തു. തങ്ങളുടെ ഭാഗം ഇരു കൂട്ടരും ഈ രീതിയിലാണ് കോടതിയിൽ അവതരിപ്പിച്ചത്. അതായത് ഇപ്പോൾ ഈ ഓഡിയോ തെളിവ്, വീഡിയോ തെളിവ് ഇതെല്ലാം കൈമാറണമെന്ന് പറയുമ്പോൾ അത് കുറെ കൂടി ഗൗരവമായ ഒരു തലത്തിലേക്ക് പോകുന്നു എന്ന് തന്നെയാണ്. ഇതിപ്പോൾ ഈ റിപ്പോർട്ട് വായിക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ, അല്ലെങ്കിൽ റിപ്പോർട്ട് കോടതി പരിശോധിക്കുന്നതുമായി ബന്ധപ്പെട്ട് കൂടി കോടതി ചില വിശദീകരണങ്ങൾ നൽകുന്നുണ്ടല്ലോ, ചില പരാമർശങ്ങൾ നടത്തുന്നുണ്ടല്ലോ ശ്രീകാന്ത്. അന്വേഷണ സംഘത്തിന് 2 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് കൈമാറി അത് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രമേ തങ്ങൾ ഈ റിപ്പോർട്ട് പരിശോധിക്കുകയുള്ളൂ എന്ന് പറയുമ്പോൾ കോടതി ഉദ്ദേശിക്കുന്നത് എന്താണ്? അനുജ, പൂർണ്ണമായ സ്വാതന്ത്ര്യം, പൂർണ്ണമായ അധികാരം അന്വേഷണ സംഘത്തിന് കോടതി നൽകിയിരിക്കുന്നു. അവരെ വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോകാൻ കോടതി തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതിൽ നിന്നും മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവരെന്താണോ അതിൽ നിന്നും കണ്ടെത്തുന്നത്, അവരെന്താണോ അതിൽ നിന്നും വായിച്ച് മനസ്സിലാക്കുന്നത്, ഒരു പക്ഷേ അക്കാര്യം അടുത്ത സിറ്റിംഗിൽ കോടതി കൃത്യമായി ചോദിച്ച് മനസ്സിലാക്കും. നിയമപരമായി അതിൽ ഇടപെടാൻ കോടതി ഇടപെടേണ്ടതുണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഈ വാർത്തയിലേക്ക് തന്നെ തിരികെ എത്താം, ശ്രീകാന്തിലേക്ക് തന്നെ തിരികെ